വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും കല്ലുകടിയുമായിരിക്കും. നിങ്ങളിതെല്ലാം ലഭിച്ചുവോ? അവൻ ചോദിച്ചു. ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന്റെ ശിക്ഷനായി പിറന്ന ഓരോ നിയമത്തിനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യെന്ന്. അതുകൊണ്ടത്തിലെ നമ്മുടെ തിരുനാൾ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. തിരുനാളിൻ്റെ ഈ ദിവസം സമർപ്പിത ദിനമായി പ്രത്യേകം മാറ്റിവെക്കുകയും സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. 2025 തലശ്ശേരി അതിരൂപത സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുകയും ചെയ്യുന്നു. ഇവിടെ വേണ്ടി വെച്ചിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ സമന്വയിച്ച് കിടക്കുന്ന ഒരു കാര്യത്തിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. യോസേപ്പിതാവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും യോസേപ്പിതാവ് പേരാവികാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമാണ്, അവരുടെ അനുഭവമാണ്, അവരുടെ അനുഗ്രഹമാണ്. ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ മരണക്കിടക്കെ കിടക്കുമ്പോൾ ചെവിയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ അറിയണം ഈ ആത്മാവിനെ കൂട്ടായിരിക്കുകയാണ്. പക്ഷേ പലരും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പലർക്കും മരണശൈലിയായിരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാകും. ഈശോ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പറയുന്ന പേര് മറിയമാണ്, മാതാവിൻ്റെ പേരാണ്. പിന്നെ അടുത്ത് പറയുന്ന പേരാണ് പലപ്പോഴും യോസേപ്പിതാവ്. അത്രമേൽ കത്തോലിക്ക സഭയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് പേരാവരുകാർക്ക് പ്രിയപ്പെട്ട പേരാണ് യോസേപ്പിതാവിൻ്റേത്. യോസേപ്പിതാവിനെ പ്രത്യേകമായി ഓർക്കുന്ന ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഓർക്കാറുണ്ട്. യോസേപ്പിതാവിൻ്റെ ഭക്തി സ്നേഹം തലശ്ശേരി അതിരൂപതയിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. അഭിമന്യ വള്ളോപ്പള്ളി പിതാവിനുണ്ട്. പിതാവിനെ കാണാൻ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. പിതാവ് ഒരു പടമുണ്ട്, യോസേപ്പിതാവിൻ്റെ ഒരു പടം. എനിക്ക് കുറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിതാവിനെ എത്ര വട്ടം കണ്ടിട്ടുണ്ടോ അത്രയും വട്ടം മുകളിൽ പലർക്കും ആ പടം കിട്ടിയിട്ടുണ്ട്. അഭിമന്യ വള്ളോപ്പള്ളി പിതാവിന് യോസേപ്പിതാവിനോട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയായിരുന്നു.
ആ ഇഷ്ടം, സ്നേഹം, ഭക്തി തലശ്ശേരി അതിരൂപത മുഴുവൻ വ്യാപിപ്പിക്കുകയും തലശ്ശേരി അതിരൂപതയെ ദേവസ്വപിതാവിനെ പ്രത്യേകമായി പ്രതിഷ്ഠിച്ച് ആ വത്സല പിതാവിൻ്റെ അനുഗ്രഹത്തിലൂടെ കരുത്താർജിക്കുകയും ചെയ്ത രൂപതയാണ് നമ്മുടേത്. നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ രൂപതയ്ക്കും ദേവസ്വപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ചാപ്പലിൽ കുർബാന ചൊല്ലി കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും പ്രധാനയുടെ അടുത്ത് തന്നെ പിള്ളേരെന്നോട് ചോദിക്കുന്നു, അവിടുത്തെ കോളേജിലെ കുട്ടികളെ ഇടയ്ക്കിനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്തുകൊണ്ടാണ് ദേവസ്വപിതാവിൻ്റെ അടുത്ത് പോയി മാത്രം പ്രാർത്ഥിക്കുന്നത്, അപ്പുറത്ത് മാതാവ് ഇരിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ ദേവസ്വപിതാവാണ് താരയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദേവസ്വപിതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് പറയും, അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഇടവകപ്പള്ളി വേലാവരാണ്, അവിടുത്തെ പുണ്യവാനാണ് ദേവസ്വപിതാവ്. അപ്പോൾ ദേവസ്വപിതാവിനോട് എനിക്ക് പ്രത്യേകം മാതാവിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ദേവസ്വപിതാവിനോട് ഒരു ഇഷ്ടം ചെറുപ്പത്തിലെ നമുക്കെല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ വത്സല പിതാവിൻ്റെ ജീവിതമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ ഒരു ജീവിതമാണ് ദേവസ്വപിതാവിൻ്റെ. ദേവസ്വപിതാവ് ഒരുപാട് പറയുകയോ ഒരുപാട് എഴുതുകയോ ദേവസ്വപിതാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളോ ബൈബിളിലില്ല. വളരെ കുറച്ച് വചനങ്ങളേ ഉള്ളൂ. പക്ഷേ ആ കുറച്ച് വചനങ്ങളിലൂടെ ആ ജീവിതത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ദേവസ്വപിതാവിനെ കുറിച്ച് വിശുദ്ധഗ്രന്ഥം പറയുന്നത് യോസേപ്പ് നീതിമാനായിരുന്നു. ബൈബിളിൽ ഒരാളെ നീതിമാൻ എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു വിശുദ്ധനാണ്. സഖറിയ നീതിമാനായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ വിശുദ്ധനാണ് എന്നുള്ളതാണ്. യോസേപ്പ് നീതിമാനായിരുന്നു. ആ ജീവചരിത്രം നമ്മുടെ ആ ഒറ്റ വാക്കിൽ ആ ജീവിതം മുഴുവൻ വിശദീകരിച്ചിട്ടുണ്ട്. യോസേപ്പിതാവ് ജീവിതത്തിൽ ഒരുപാട് നിലപാടുള്ള മനുഷ്യനായിരുന്നു എന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അപൂർവ വചനങ്ങളിലൂടെ യോസേപ്പിതാവിനെ പരിചയപ്പെടും. ആ പരിചയപ്പെടുന്നതിൽ എനിക്ക് മനസ്സിലായ കാര്യം, യോസേപ്പിതാവ് ചില നിലപാടുകളുള്ള മനുഷ്യനാണ്. ജീവിത നിലപാടുകളുള്ള ഒരു മനുഷ്യൻ. അതിലേറ്റവും പ്രധാനം അദ്ദേഹം നീതിമാനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നീതിമാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ മാത്രമല്ല, അദ്ദേഹം തമ്പുരാനോടുള്ള അഗാധമായ ബന്ധത്തിൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള, വിശ്വാസത്തിന്റെ ബലമുള്ള മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസവും വിശുദ്ധിയും ആ ജീവിതത്തിൽ സമന്വയിച്ചിരുന്നു എന്നുള്ളതാണ് യോസേപ്പിതാവ് നീതിമാനാണ് എന്നുള്ള വിശേഷണത്തിന്റെ അർത്ഥം. യോസേപ്പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. യോസേപ്പിതാവിനെ പോലെ ജീവിതത്തിൽ നിലപാടുള്ള, നീതിയുടെ നിലപാടുള്ള മനുഷ്യരാവുക. സാധാരണ പഴയ നിയമത്തിൽ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കണ്ണെടുത്ത് കളഞ്ഞാൽ അവൻ്റെ കണ്ണ് വരണിടുക. ഒരു കണ്ണാണ് നശിപ്പിച്ചെങ്കിൽ ഒരു കണ്ണ് നശിപ്പിക്കും. അവൻ്റെ ഒരു പല്ല് കളഞ്ഞാൽ ഒരു പല്ലടിച്ച് കളയാം. അങ്ങനെയുള്ള കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ഒരു നിയമ സംവിധാനം നിലനിന്നിരുന്ന, നീതിബോധത്തെ അതിശയിക്കുന്ന, അഭിനന്ദിക്കുന്ന ഒരു നീതിബോധം യോസേപ്പിതാവുണ്ട്. അതുകൊണ്ടാണ് യോസേപ്പിതാവ് തൻ്റെ പ്രിയപ്പെട്ടവളെ അപമാന വിധേയയാകാൻ ഇഷ്ടപ്പെടാതിരുന്നത്. അത് നീതി, സാധാരണ നീതി അതിലംഘിക്കുന്ന ഒരു ജീവിത നിലപാടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, യോസേപ്പിതാവിന് വളരെ പ്രത്യേകമായ ചില ജീവിത നിലപാട്
താറടിക്കണം, അവന്റെ കുടുംബത്തെ തകർത്ത് കളയണമെന്നുള്ള രീതിയിൽ മനുഷ്യര് സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ അവരെ അവഹേളിക്കാൻ, കണ്ടുമുട്ടുന്നവരോട് സംസാരിച്ച് അവഹേളിക്കാറുള്ളത്. ഇപ്പോൾ അത് മാത്രമല്ല, അതിനപ്പുറം ഒരു മനുഷ്യനെ താഴ്ത്തിക്കെട്ടാൻ പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് ആത്മസംതൃപ്തി നേടുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ യോസേഫ് പിതാവ് ഒരു വലിയ വെല്ലുവിളിയാണ്. യോസേഫ് പിതാവ് ആരെയും അപമാനവിധേയനാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരും ഞാൻ കാരണം നാണം കെടരുത്, ഞാൻ കാരണം ഒരു മനുഷ്യന്റെയും ജീവിതം തകർന്നു പോകരുത് എന്നുള്ള ജീവിത നിലപാടുണ്ടാവുക, ഞാൻ കാരണം ഒരു മനുഷ്യനും അവഗണിക്കപ്പെട്ടു പോകരുത് എന്നുള്ള ജീവിത നിലപാടുണ്ടാവുക, അതെത്രയോ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന്റെ ശോഭയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടൊക്കെയാണ് യോസേഫ് പിതാവ് ഒരു വലിയ വ്യക്തിത്വമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. നമ്മുടെ സമയം കിട്ടുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെ, അയൽക്കാരനെ അവന്റെ കുറ്റം കാണാനും അവന്റെ കുറവ് കാണാനും അവനെ താഴ്ത്തിക്കെട്ടാനും അവനെ അവഗണിക്കാനും അവഹേളിക്കാനുള്ള അവസരം ഒട്ടും കുറയ്ക്കാത്ത ആൾക്കാരാണ്. അവരുടെ നന്മയുണ്ടാകണം, എനിക്ക് മാത്രമല്ല, എന്റെ സഹോദരങ്ങൾക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല, എന്റെ അയൽപക്കത്തുള്ളവർക്കും എന്റെ നാട്ടുകാർക്കും ഉയർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിന്റെ വലിപ്പമുണ്ടാവുക. അതാണ് വിശുദ്ധ യോസേഫ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുമ്പോൾ ഇത്തരം ജീവിത നിലപാടുകൾ വലുതാണ് പ്രിയപ്പെട്ടവരെ. സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സമുദായത്തിൽ എണ്ണം കൂടുക, എണ്ണം പെരുക്കുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും എണ്ണം ഒരുപാട് വേണം. മനുഷ്യരുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നവര് പറയാറുണ്ട്, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, റിസോഴ്സ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് മണി, പൈസ, പണം ഉണ്ടാകണം. മറ്റൊന്ന് മെറ്റീരിയൽ, വസ്തുക്കൾ ഉണ്ടാകണം. മൂന്നാമതൊന്ന് മനുഷ്യൻ. ഈ 3 കാര്യങ്ങളിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചത് പറയും മാൻ, മണി, മെറ്റീരിയൽ. ഈ 3 ഏതാണ് പ്രധാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനാണ്. മനുഷ്യരുടെ കുറവുണ്ടാവുക എന്ന് പറയുന്നത്, എണ്ണം കുറയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന്, സഭയ്ക്ക്. നമ്മുടെ സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. സമുദായ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ആൾബലം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മേഖലകളിലും. പക്ഷെ നമ്മുടെ എണ്ണം വളരെ കുറഞ്ഞു പോകും. സമർപ്പിതരുടെ കാര്യത്തിലും ഈ എണ്ണക്കുറവുകൾ പ്രിയപ്പെട്ടവരെ. ഈ സമർപ്പിത ദിനം ആചരിക്കുന്ന ദിവസം അത് നമ്മൾ ചിന്തിക്കണം. എല്ലാവരും ഒരുപാട് ദൈവവിളികൾ വൈദികരായും സിസ്റ്റേഴ്സായും ഒക്കെ ഉണ്ട്. പക്ഷെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ ഇസ്ലാമത വിശ്വാസികളായ ഒരുപാട് മനുഷ്യരെ കാണും. അവര് നമ്മുടെ സെമിനാരിയിലേതുപോലെ പരിശീലനം നേടുന്ന ഒരുപാട് പേർ. അവരവരുടെ മതത്തിന് വേണ്ടി പ്രത്യേകമായ രീതിയിൽ നമ്മുടെ വൈദികരെ പോലെ, സിസ്റ്റേഴ്സിനെ പോലെ ജീവിതം പ്രത്യേകമായി മാറ്റിവെച്ച് സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളിൽ വർദ്ധിച്ചു വരിക. അതുകൊണ്ട് തന്നെ ആ മതം ശക്തിപ്പെട്ടു വരുന്നതും അത് അസൂയയോടെ അല്ല പറയുന്നത്. അവർ വളർന്നുകൊള്ളട്ടെ, പക്ഷേ നമ്മളവരെ വിട്ടുപിരിക്കേണ്ടതില്ല. അവർ വളരുന്നത് ഇപ്രകാരമുള്ള സമർപ്പിത ജീവിതങ്ങൾ അവരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ എണ്ണം, അതിനുള്ള
കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരചൊരിയട്ടെ. കുരിശടയാളം വഴിയായും സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വലിയ കടത്തിൽ മാത്രമേ ആളുകൾ കരകയറ്റിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊക്കെ ആശംസിക്കുന്നു. ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ കൈക്കാരന് ഇപ്പോൾ മുന്നോട്ടുകയും അച്ഛന് ഒക്കെ നൽകുകയും ചെയ്യുന്നു. കോർഡിനേറ്റർ നല്ല കൈയ്യടിക്കണം.
നമ്മുടെ സോണാണെന്ന് പറഞ്ഞത്. നിങ്ങൾ പേര് വിളിച്ച് നോക്കണ്ട, നിങ്ങൾ ഗവൺമെന്റിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടുന്ന് തിരികെ അതുപോലെ തന്നെ സമർപ്പിക്കുന്നതാണ്. നമ്മുടെ സോണന്മാര് പുത്തൻപുരയ്ക്കൽ ദില്ലാവിന്റെ നടപ്പുറത്ത് അമല സുരേഷ് പാലക്കാട്, അമിയ ജോർജ് പതിയിൽ, നെല്ലിക്കുട്ടി റെച്ചി പതിയിൽ, റോബിൻ വില്യംസ് പതിയിൽ, ജോർജ് ഉടവനാട്ട്, ഷിനോജ് വളയത്തിൽ, ജോലി പെരുമാറിക്കുന്ന, ടോമി കുമ്പുക, റെയിൻ തെരേസ വടക്കേമുളഞ്ഞ, ബോബിൻ ബേബി ആൻഡ് ഫാമിലി, ലിജി ബോബിൻ ആൻഡ് ഫാമിലി, Mibin Baby and family, Sofna Mibin and family, Maria Thomas and family, Gail Shimmy Sebastian, Abraham and family, Bobin, Viju Roshan, Chile Gandathil, Adul Francis, Ajay Francis, Guri Garden, Annakuti Guri Garden, Wahani Joseph Matthew, Vadakad Abhijit and Amal, Radhavardhan Matthew P. Tatil George, Kodil Ebili, Kodil Ashna Bili, Bonner Sebastian family, Graduate Gracie Bailey, Garibundel, Anthony and family, Solin Pino and family, Mangaludar Givaris, Kumbukar Nasmin and Alan, Mino Matthew Gurikar and family, Gurikar Shri and family, Gurikar Aron and Aron, Madonat Jomo, Samuel, Stelmia, Annakuti Vargis, Antanjeri, Nimesh Paul, Teresa, Ron Joseph, Liberty, Teresa Majotin, Ever Priya, Amal Lawrence, Robert Prabhakar, Vishnu Roshan Prabhakar, Sandra Manoj James, Sajesh Radhavan, Shito CA, Lights.
നീതിമാനായ